DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 13 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാൻ മാതാപിതാക്കളുടെ SIR വിവരങ്ങളും സമർപ്പിക്കണം. പുതിയ വോട്ടർമാർക്കും SIRന് ശേഷം വന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും ഇത് ബാധകമാണെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായുള്ള ഫോം 6 പൂരിപ്പിക്കുമ്പോൾ ഈ വിവരങ്ങൾ കൂടി നൽകണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഡിക്ലറേഷൻ പൂർത്തിയാകാതെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാകില്ല. ഇത് കൃത്യമായി വോട്ടർമാരെ മാപ്പ് ചെയ്യാൻ സഹായിക്കുകയും പുതിയ വോട്ടർമാർക്ക് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുമെന്നും കമ്മീഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പവന് 1040 രൂപയാണ് കുറഞ്ഞത്. 1,04,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 130 രൂപയാണ് കുറഞ്ഞത്. 13,100 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ ബസ് കൺസെഷൻ പ്രായപരിധി മോട്ടോർ വാഹന വകുപ്പ് 24 വയസ്സിൽ നിന്നും 27 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകളിൽ കൺസെഷനെ ചൊല്ലി വിദ്യാർത്ഥികളും ജീവനക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ യാത്രാപരിധി 40 കിലോമീറ്ററായും സമയക്രമം രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫുൾ ടൈം വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. കൺസെഷൻ നടപടികൾ സുതാര്യമാക്കാൻ ഓൺലൈൻ വഴിയാക്കുകയാണെന്നും ഇതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും MBD ലീഡ്സ് എന്ന മൊബൈൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. അടുത്തറിയിപ്പ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതിക്ക് ജൂലൈ 15-ാം തീയതി രാവിലെ 11 മണിക്ക് തുടക്കമാകുകയാണ്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലായിരിക്കും ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇലക്ട്രിക് മോട്ടോറുകൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങൾ പകുതി സബ്സിഡി നിരക്കിൽ കർഷകർക്ക് സ്വന്തമാക്കാം. അപേക്ഷിക്കുന്നതിനായി കർഷകന്റെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ഫോട്ടോ എന്നിവ വേണം. അംഗീകൃത കാർഷിക കേന്ദ്രങ്ങൾ വഴി സൗജന്യമായി അപേക്ഷിക്കാമെങ്കിലും ഉപകരണത്തിന്റെ കർഷക വിഹിതം മുൻകൂട്ടി അടയ്ക്കേണ്ടതുണ്ട്. ഇലക്ട്രിക് മോട്ടോറുകൾ, ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ തുടങ്ങി കൃഷി ആവശ്യത്തിനുള്ള വിവിധ യന്ത്രോപകരണങ്ങൾ 50% മുതൽ ഉയർന്ന ശതമാനം വരെ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. അടുത്തറിയിപ്പ്, റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയുടെ നുറുങ്ങിന്റെ അളവ് കുറച്ച് ഗുണനിലവാരം ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതേസമയം മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതിനാൽ ഇനി മുതൽ മഞ്ഞ കാർഡുകൾക്ക് 1 ലിറ്ററും മറ്റു കാർഡുകൾക്ക് 1/2 ലിറ്ററും മണ്ണെണ്ണ മാത്രമേ ലഭിക്കൂ. നീലവെള്ള റേഷൻ കാർഡുകളിൽപ്പെട്ട അർഹരായ ആളുകൾക്ക് BPL പിങ്ക് കാർഡിലേക്ക് മാറാൻ ജൂലൈ 17 വെള്ളിയാഴ്ച വരെയാണ് അവസരമുള്ളത്. അതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. കൂടാതെ ട്രോളിംഗ് നിരോധനം പ്രമാണിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മാസം സൗജന്യ റേഷനും അനുവദിച്ചിട്ടുണ്ട്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ജൂലൈ 21 സർക്കാരിന്റെ കടമെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതോടെ ആരംഭിക്കും. ജൂലൈ 23, 24, 25 തീയതികളിൽ തുക ബാങ്ക് അക്കൗണ്ടുകളിലും അക്കൗണ്ട് ഇല്ലാത്തവർക്ക് 26, 27 തീയതികളിൽ നേരിട്ടും പെൻഷൻ എത്തിക്കാനാണ് തീരുമാനം. കൂടാതെ ഈ മാസം 2 മാസത്തെ തുക ഒരുമിച്ച് ലഭിക്കുമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും പ്രതിമാസ ഗഡുവായ 2000 രൂപ മാത്രമായിരിക്കും ലഭിക്കുകയെന്നും അറിയിപ്പുകൾ എത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.